നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിനാവശ്യം വിവാദങ്ങളല്ല, വികസനമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പെരിഞ്ഞനം RMVHS സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. നാടിനാവശ്യം വിവാദങ്ങളല്ല, വികസനമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 400 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപന ചടങ്ങായ വികസനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസന സാധ്യതകൾ വേണ്ടവിധം വിനിയോഗിക്കാൻ നമുക്കായിട്ടില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ മുഴുവൻ ചെറുപ്പക്കാർക്കും തൊഴിൽ നൽകാനാകുമെന്നും ജോലി തേടി നാടുവിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാനാകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനമാണ് വികസനത്തിന്റെ താക്കോൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായാൽ വികസനം പിറകെ വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസനോത്സവം അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങതാണ്. ഈ നാടിൻ്റെ സന്തോഷം കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ. കഴിഞ്ഞ 4 വർഷക്കാലം നിങ്ങളുടെ MLA ശ്രീ TN പ്രതാപന്റെ നേതൃത്വത്തിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വികസനവും കരുതലും അതാണ് ഈ ഗവൺമെന്റിന്റെ മുദ്രാവാക്യം. അത് രണ്ടും അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. നാട്ടിൽ വികസനം വേണം, ധാരാളം ആവശ്യങ്ങളുണ്ട്, അത് നടക്കണം. പക്ഷെ അതോടൊപ്പം ആ വികസനമൊക്കെ വന്ന് നാട് പുരോഗമിച്ച് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ നഗരത്തിലെ നവീകരിച്ച റിംഗ് റോഡിന്റെ ഉദ്ഘാടനവും KKTM കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം, പോലീസ് മൈതാനിയിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയറിന്റെ നിർമ്മാണോദ്ഘാടനം എന്നിവ മുഖ്യമന്ത്രി നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് വകുപ്പ് മന്ത്രി K ബാബു, ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, TN പ്രതാപൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ, മുൻ MP KP ധനപാലൻ, മുൻ MLA TU രാധാകൃഷ്ണൻ, TM നാസർ, MK മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനം RMVHS സ്കൂളിൽ മെറിറ്റ് ഡേയും സ്കൂൾ യുവജനോത്സവവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും അധികം വിദ്യാർത്ഥികളെ പല എൻഡോമെന്റുകളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാലയം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം വിദ്യാർത്ഥികളെയാണ് അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ നോട്ടീസിലെ സിംഹഭാഗം സ്ഥലത്തും ആ എൻഡോമെന്റിൽ നേടിയിട്ടുള്ള കുട്ടികളുടെ പേരുകൾ അച്ചടിച്ചിരിക്കുന്നു എന്ന് തന്നെ വളരെ വലിയ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. കാരണം ഈ അവാർഡ് കിട്ടുന്ന, എൻഡോമെന്റ് കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പേരുകൾ ഇത്തരം ഒരു നോട്ടീസിൽ അച്ചടിച്ച് വരുന്നത് തന്നെ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ്. അത് നന്നായി ചെയ്ത സ്കൂൾ മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം കുട്ടികൾക്ക്, നമ്മുടെ ഓരോ മക്കൾക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടിയാണ് ഒരു വിദ്യാലയത്തിലെ അധ്യാപകന്മാരുടെ പ്രധാനപ്പെട്ട ചുമതലകളിലൊന്ന്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. മുരളി ഗിന്നസ് യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VG മോഹനൻ എൻഡോമെന്റ് വിതരണം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ലോഹിതാക്ഷൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, സ്കൂൾ പ്രധാനാധ്യാപകൻ KR രാമനാഥൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത മോഹൻദാസ്, പഞ്ചായത്ത് അംഗം CP ഉല്ലാസ്, PTA പ്രസിഡന്റ് PR ജയപാലൻ, VHSC വിഭാഗം പ്രിൻസിപ്പാൾ ഡോക്ടർ R അനിൽകുമാർ, ഫാത്തിമ മോഹനൻ, TK ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. ബന്ധുവീട്ടിൽ വിരുന്നെത്തിയ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ തെരുവ് നായ ആക്രമിച്ചു.
നാട്ടുകാരിൽ ഭീതി പടർത്തിയ നായയെ ഒടുവിൽ തല്ലിക്കൊന്നു. മേത്തല കുണ്ടംകുളം പാനാശ്ശേരി ഉത്തമന്റെ മകൻ ഉമേഷിനെയാണ് അഴീക്കോട് മുനക്കലിൽ വെച്ച് തെരുവ് നായ ആക്രമിച്ചത്. പീടികയിലേക്ക് പോകുകയായിരുന്ന കുട്ടിയെ നായ ആക്രമിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മേത്തലയിൽ താമസിക്കുന്ന കുട്ടി അഴീക്കോട് മുനക്കലിലുള്ള ബന്ധുവീട്ടിൽ വിരുന്നു വന്നതായിരുന്നു. കുട്ടിയെ ആക്രമിച്ച ശേഷം നാട്ടുകാരെ പരിഭ്രാന്തരാക്കി ഓടി നടന്ന നായയെ ഒടുവിൽ തല്ലിക്കൊല്ലുകയായിരുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്ക് മുട്ടക്കോഴി വിതരണം ചെയ്തു. ചിന്ത്രാപിന്നി മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പോഷക പദാർത്ഥങ്ങളടങ്ങിയ ഈ മുട്ടക്കോഴി നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പഴയകാലത്ത് പലവ്യഞ്ജനങ്ങൾ നമ്മൾ പലചരക്ക് കടകളിൽ മുട്ടയെല്ലാം കൊടുത്ത് അത്യാവശ്യ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിരുന്ന അനുഭവം മലയാളികൾക്കുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊരു വരുമാന മാർഗം തന്നെയാണ് യഥാർത്ഥത്തിൽ മുട്ടക്കോഴി എന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി അധ്യക്ഷനായി. ഡോക്ടർ NK സന്തോഷ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ TK ചന്ദ്രബാബു, PK ഹംസ, AK ജമാൽ, ബേബി ജോൺ, ബാബുരാജ് എന്നിവർ സംസാരിച്ചു. എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ മാറി വരിക, അതായത് സ്വകാര്യമായി പ്രവർത്തിക്കുന്ന അനേക സ്കൂളുകളിൽ നിന്ന് PG വാങ്ങിക്കാനായി നമ്മുടെ സ്കൂളിൽ സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ പല സ്കൂളുകളിലും പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. സർക്കാർ സ്കൂളുകളിൽ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV വേണു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് KM മുഹമ്മദ് അലി, ചെയർമാൻ അമീർ അഹമ്മദ്, RP ബഷീർ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.